തൊടുപുഴ മുതലക്കോടത്ത് ബൈക്ക് യാത്രികനായ യുവാവിന്റെ മരണത്തിനിടയാക്കിയ കുഴി മൂടാത്തതിൽ UDFന്റെ പ്രതിഷേധം. പ്രവർത്തകർ PWD ഓഫീസ് ഉപരോധിക്കുന്നു. അതേസമയം PWD വിജിലൻസ് ഡെപ്യൂട്ടി എഞ്ചിനീയറോട് മന്ത്രി PM മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി. വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശന നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിന്റെ വീഴ്ച ഏത് ഭാഗത്തുനിന്ന് വന്ന് പരിശോധിക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പിന്റെ വിജിലൻസ് വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കർക്കശമായ നിലപാട് സ്വീകരിക്കും. ഇത് ഏത് ഭാഗത്താണെന്നുള്ള പരിശോധിക്കും. തൊടുപുഴ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ്. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ കർക്കശ നിലപാട് സ്വീകരിക്കും. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അപ്പോൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിച്ച ഉടനെ തന്നെ ഇതിൽ നടപടിയുണ്ടാവും. PWD വിജിലൻസ് ഡെപ്യൂട്ടി എഞ്ചിനീയറോടാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. PWDതാണെങ്കിൽ നിലപാട് എന്നാണ് നടപടി എന്നാണ് പറയുന്നത്. അവിടെ പ്രതിഷേധമുണ്ട് PWD ഓഫീസിൽ. അതുകൂടി നമുക്കൊന്ന് കാണാം. ഇപ്പോൾ രാഹുൽ സുരേഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ. അപ്പൊ രാഹുൽ സുരേഷ്, ഇത് PWDയുടെ തന്നെയല്ലേ ഉത്തരവാദിത്വം? വീഴ്ച PWDയുടേതല്ലേ, മുനിസിപ്പാലിറ്റിയുടേതാണോ എന്ന് ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ടോ മിനിസ്റ്റർ? അവിടെ ഇപ്പോൾ പ്രതിഷേധമാണോ നടക്കുന്നത്? അരുൺ, ഈ വിഷയത്തിൽ PWDക്ക് വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് PWDയുടെ തൊടുപുഴയിലെ ഓഫീസ് ഇപ്പോൾ UDF പ്രവർത്തകർ ഉപരോധിക്കുന്നത്. കുഴി മൂടാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് PWDയുടെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നേരത്തെ നടക്കേണ്ട ഒരു ഉപരോധം കൂടിയായിരുന്നു. കാരണം ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് UDF പ്രവർത്തകർ തൊടുപുഴയിലെ PWD ഓഫീസ് ഇപ്പോൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഉറപ്പുകൾ ലഭിക്കാതെ, ഈ കുഴി മൂടുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉറപ്പുകൾ ലഭിക്കാതെ ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നാണ് UDF പ്രവർത്തകർ പറയുന്നത്. കൂടുതൽ ആളുകൾ ഇവിടേക്ക് സംഘടിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനുശേഷം ഇവിടുത്തെ പ്രതിഷേധ പരിപാടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അപകടം നടന്ന സ്ഥലത്ത് ഇനി വീണ്ടും പ്രതിഷേധം നടക്കുക. അതേസമയം മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ഇതിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു വരും. ഓക്കെ, തീർച്ചയായിട്ടും കുഴിയെടുത്താൽ അത് മൂടണം. അതാണ് അതിന്റെ മര്യാദ. അതല്ലെങ്കിൽ മനുഷ്യരിങ്ങനെ വന്ന് പെടൂലേ?